ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സിപിഎമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇഡി കോടതിയിൽ. സിപിഎം നടത്തിയത് ആഴത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെന്നും നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയെന്നും ഇഡി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് നേരെ സംഘടിത രാഷ്ട്രീയ ആക്രമണമാണ് നടന്നതെന്നും ഇഡി. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നു. ഇഡി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് രാഹുൽ? ഈ അതിർത്തി ആദ്യഘട്ടത്തിൽ ഇഡി പ്രകടിപ്പിക്കുന്നതാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട്, അതിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ചെങ്കിൽ പോലും അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ മ്യൂസിയം SHO ആണ്. SHOയ്ക്ക് ഇടതുപക്ഷ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇഡി ഇപ്പോൾ കോടതി നൽകിയ തടസ്സവാദത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ പ്രസംഗങ്ങൾ, അവിടെ ഈ സിപിഎമ്മിന്റെ നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ ഇത്തരത്തിൽ പ്രകോപനപരമായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇഡിയെ ആക്രമിക്കാനുള്ള, അതിക്രമം കാട്ടാനുള്ള കാര്യത്തിലേക്ക് നയിച്ചത് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇഡി നിൽക്കുന്നത്. ഒപ്പം പല സ്ഥലങ്ങളിൽ ആളുകൾ ഈ കമ്പ്, കല്ല് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രാദേശികമായൊരു പ്രകോപനമല്ല, അതിനപ്പുറത്തേക്ക് ആസൂത്രിതമായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് വരുന്നു. അവിടെ ജില്ലാ സെക്രട്ടറി, ഒപ്പം സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് പ്രാദേശികമായി ഉണ്ടായ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പ്രകോപനമായി കാണാൻ കഴിയില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നേതൃത്വത്തിലേക്ക് കൂടി ഈ അന്വേഷണം പോകണം, അവരുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള വിശ്വാസക്കുറവാണ് ഇപ്പോഴെന്തായാലും ഈ ജാമ്യം തടയാനുള്ള തടസ്സവാദത്തിൽ ഇഡി എന്തായാലും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇഡിയുടെ അതൃപ്തി വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഇഡി പോകുമോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുകയാണ്. കാരണം അന്വേഷണത്തിൽ അതൃപ്തി വന്നാൽ മറ്റ് ഏജൻസികളെ വെച്ച് അന്വേഷിക്കേണ്ടതായുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും അതൃപ്തി. ശരി, രാഹുൽ ജി നാഥാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.